നമ്മളിന്ന് നോക്കുന്നത് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഒന്നാമത്തെ ചോദ്യം, ബഷീർ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5-നാണ് ബഷീർ ദിനമായി നാം ആചരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ആൻസർ 1968 ജനുവരി 29. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. കേന്ദ്ര സർക്കാർ ബഷീറിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷമേതാണ്? 1982. ബാല്യകാല സഖി എന്ന ബഷീറിൻ്റെ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം? മജീദും സുഹറയും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏതാണ്? പ്രേമലേഖനം. അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ എഴുതിയ നോവലാണ് പ്രേമലേഖനം. മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ബഷീറിൻ്റെ ഏതു കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? പ്രേംപാറ്റ. ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? MK സാനു. ആകാശമിഠായി കഥാപാത്രമായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത്? ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത്? ഒഴിഞ്ഞ വീട്. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ ബാലസാഹിത്യ കൃതി ഏത്? ഒരിടത്തൊരു സുൽത്താൻ. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം? ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ജയകേസരി. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? സോജ രാജകുമാരി. ബഷീർ മാല എന്ന പാട്ടുകാവ്യം രചിച്ചതാര്? MN കാരശ്ശേരി. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? പെരുമ്പടവൻ ശ്രീധരൻ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്താണ്? കടവാക്കുഴി ഗ്രാമം. ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 1993. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ബാലാമണി അമ്മ. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ്? ഭാർഗവി നിലയം. ബഷീർ ആകെ ഒരു നാടകം മാത്രമാണ് രചിച്ചിട്ടുള്ളത്. ഏതാണ് ആ നാടകം? കഥാബീജം. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതിയത് ഏതു ഭാഷയിലാണ്? ഇംഗ്ലീഷ്. ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തതാര്? ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തതാര്? P. ഭാസ്കരൻ. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും
സ്നേഹിക്കണം എന്നതായിരുന്നു ബഷീറിൻ്റെ തത്വശാസ്ത്രം. ഇത് തെളിയിക്കുന്ന കഥ ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ ഏതാണ്? തേന്മാവ്. ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏതു വിഭാഗത്തിൽ പെടുന്നു? ബാലസാഹിത്യം. തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ബഷീർ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആരാണത്? MP പോൾ. ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണിത്. വാക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏതാണ്? ബാല്യകാല സഖി. ഇമ്മിണി വല്യ ഒന്ന്. ഇത് ഏത് കൃതിയിലെ വാക്യമാണ്? ബാല്യകാല സഖി. ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചുകൂടാനാവാത്ത ബന്ധമുണ്ടായിരുന്ന മരം ഏതാണ്? മാംഗോസ്റ്റിൻ. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? പത്മശ്രീ. 1985 പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? PA ബക്കർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് MK സാനു രചിച്ച ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാര്? ഫാബി ബഷീർ. ഫാബി ബഷീറിൻ്റെ മുഴുവൻ പേര് എന്താണ്? ഫാത്തിമ ബീവി. 2011 ജീവചരിത്രത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം MK സാനുവിന് ലഭിച്ച കൃതി ഏത്? ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. ആത്മകഥാപരമായ ബഷീർ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകൾ. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്നാണ്? 1994 ജൂലൈ 5. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീറിൻ്റെ ആത്മകഥ ഏതാണ്? ആൻസർ ബഷീറിൻ്റെ എടിയെ. ആദ്യം ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് പറയാം: ഹസ്ന ഫാത്തിമ, ശിവദ P, ഹയ, കല്യാണി, ഇഷാൻ സുരേഷ്, അസ്ലഹ, ഐൻ സാറ മെഹ്റിൻ എന്നിവരാണ്. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ചോദ്യം നോക്കാം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ രചിച്ച കൃതി ഏതാണ്? ആൻസർ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.